എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെമ്മീൻ പൊരിച്ചതാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മളത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ പൊരിച്ചത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരല്ലി വെളുത്തുള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഈ ഒരു അളവ് തന്നെ മതി. കൂടി പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും. പിന്നെ ഇതിലേക്ക് ഒരു 15ഓളം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയുള്ളിയുടെ അളവ് നിങ്ങൾക്ക് കുറച്ച് കൂട്ടി കൊടുക്കണമെങ്കിൽ കൂടുതലാവാം. കാരണം ചെറിയുള്ളി കൂടുന്തോറും ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിരിക്കും. ഞാനിപ്പോൾ ഒരു 15 ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും നിങ്ങൾക്ക് കുറച്ചധികം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ വിനാഗിരി ആയാലും ചേർത്ത് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ ചതച്ച ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ചതച്ച ഉണക്കമുളകാണ് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിന് നമുക്കിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. നിങ്ങൾക്കിത് അരച്ചെടുക്കുമ്പോൾ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ നാരങ്ങ നീരൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുത്താലും മതി. ആദ്യം നമ്മൾ ഇട്ടില്ലേ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ, അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ളത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതെല്ലാവരും കൂടി ചേർത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ അതാ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് 1/2 കിലോ ചെമ്മീനായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെമ്മീൻ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ചെമ്മീനിലേക്കും നമ്മുടെ മസാല ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ അതാ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. മിനിമം ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. നിങ്ങൾക്ക് കൂടുതൽ സമയം വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അടുക്കളയിൽ തന്നെ ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ അതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ചെമ്മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ ഞാൻ മസാല പുരട്ടി വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ലോവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. അതിന് ശേഷം അതിൻ്റെ മേലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, കാരണം അത് ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ മസാലയൊക്കെ ചേർത്തതുകൊണ്ടേ. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഹൈയിലും മീഡിയത്തിലും വെക്കരുത്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിത് അടച്ച് വെക്കുമ്പോൾ ഇതിൽ നിന്ന് ഈ ചെമ്മീനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാം. പിന്നെ ചെമ്മീന് പിന്നെ അധികം വേവില്ലല്ലോ, പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്ന ഒരു ഇതാണല്ലോ, അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ എത്രത്തോളം മൊരിച്ചെടുക്കണം അത്രത്തോളം നിങ്ങൾക്ക് മൊരിച്ചെടുക്കാം. പിന്നെ ഒത്തിരി അങ്ങോട്ട് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാതെ ഇങ്ങനെ ചെമ്മീൻ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ചെമ്മീൻ വെന്തിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് തന്നെ അത് സ്പ്ലിറ്റായിട്ട് പോകും. അതാണ് നമ്മുടെ ചെമ്മീൻ പാകമായിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് വലിയ ചെമ്മീനായതുകൊണ്ട് ഞാൻ എല്ലാവരും തന്നെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കറിവേപ്പിലയൊക്കെ എത്രത്തോളം ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചെമ്മീൻ പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്